ഗുഡ് ഈവനിങ്. മീഡിയ ടീമിനോടൊപ്പം ഇന്നുള്ളത് നമ്മുടെ ഫുട്ബോൾ കോച്ചായ റഹ്മത്തുള്ള സാറാണ്. ഇപ്പം ഇന്ന് ഫുട്ബോൾ അവസാനിക്കുന്ന സമയത്താണ് സാറുമായിട്ട് നമ്മൾ ഒരു ഇൻ്റർവ്യൂ ഇവിടെ നടക്കുന്നത്. സാറേ, ഇത്രയും കളി ഇപ്പോൾ നടന്നല്ലോ, എങ്ങനെ കാണുന്നു? കഴിഞ്ഞ LSകളിലെ വെച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുട്ടികളുടെ ഇമ്പ്രൂവ്മെൻ്റ് എങ്ങനെയുണ്ട്? കഴിഞ്ഞ 2024 33ാമത്തെ LSGയെ അപേക്ഷിച്ച് 34th ലക്ഷദ്വീപ് സ്കൂൾ ഗെയിംസിൻ്റെ ഫുട്ബോൾ മത്സരം വളരെ മികച്ച രീതിയിൽ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ആയിട്ടുണ്ട്. കാരണം എല്ലാ നാട്ടിലും ഇപ്പോൾ നമുക്ക് D ലൈസൻസ്, C ലൈസൻസ് കോച്ചസ് അവൈലബിലിറ്റിയാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിൽ തന്നെ കോച്ചസിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞവരുണ്ട്. അപ്പോൾ അവരെല്ലാവരും എല്ലാ രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ടീമിനെ തയ്യാറാക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആകത്തി ടീം സുബ്രതോ ഇൻ്റർനാഷണൽ പോയി കളിച്ചിട്ട് ക്വാർട്ടർ ഫൈനലിൽ കയറിയതും, പിന്നെ ബാക്കി ആന്ധ്രോത്തിൻ്റെ സായിൻ്റെ ടീമായാലും അമിനിയിലെ അക്കാഡമി ടീമായാലും എല്ലാം സ്കൂളിന് വേണ്ടി നല്ല മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഉയരങ്ങളിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ കുട്ടികൾ പോകും. ഒരു സ്റ്റേറ്റ് ലെവൽ ടീമിൻ്റെ ആ ലെവലിൽ കളിക്കാൻ പറ്റിയ ടാലൻ്റുള്ള കുട്ടികൾ എന്തായാലും ഇതിൽ നിന്ന് പുറത്തു വരും. തീർച്ചയായും വരും. അതിന് ഒരു ഹഡിൽ കടക്കേണ്ടതുണ്ട്. നമുക്ക് കോമ്പറ്റീഷൻസിൻ്റെ എണ്ണം കൂട്ടേണ്ടതുണ്ട്. നമുക്കിപ്പോൾ ഒരു വർഷത്തിൽ സ്കൂൾ തലത്തിൽ ആകെ വരുന്നത് ഒരു ലക്ഷദ്വീപ് സ്കൂൾ ഗെയിംസിൻ്റെ ഒരു കോമ്പറ്റീഷൻ, അതും നോക്കൗട്ടാണ്. പിന്നെ വരുന്നത് സുബ്രതോ മുഖർജി സെലക്ഷൻ ട്രിയൽസ് അണ്ടർ 17 ബോയ്സ് ഓൺലി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വരും ഇയറിൽ അണ്ടർ 14 കൂടി ഉൾപ്പെടുത്തുമെന്ന് സ്പോർട്സ് ഓർഗനൈസർ ശ്രീ ഷർഷാ സാറ് അത് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഡയറക്ടറിൻ്റെയും സെക്രട്ടറി ലെവലിൻ്റെയും അംഗീകാരം കിട്ടുകയാണെങ്കിൽ അടുത്ത വർഷം തൊട്ട് ബോയ്സ് അണ്ടർ 14 അണ്ടർ 17 ഗേൾസിൻ്റെയും ഈ വർഷം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അണ്ടർ 17. അപ്പോൾ കൂടുതൽ കോമ്പറ്റീഷൻസും അതുപോലെ ഓപ്പൺ നാഷണൽസ്, BC റോയ് ടൂർണമെൻറ്റ്, അതുപോലെ ഗേൾസ് ടൂർണമെൻറ്റ്, അണ്ടർ 23, ഇങ്ങനെ ഒരുപാട് ടൂർണമെൻറ്റ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലാണ് നമുക്ക് ഡെവലപ്മെൻറ്റ്സിൻ്റെ കാര്യം തീർച്ചയായിട്ടും വരാനുള്ള. പിന്നെ സാർ പറയാനുള്ളത്, ഈ ഒരു ഇവന്റ് ഈ ഫുട്ബോൾ മത്സരത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. അതെന്താ അതിൻ്റെ ഒരു സീക്രട്ട്? അതായത് കൂടുതൽ അങ്ങനെ ഒരു പ്രോബ്ലം ആയിട്ടുള്ള, പൊതുവേ എപ്പോഴും ഒരു ഉരസലുണ്ടാവും. പിന്നെ ഹോം ടീം ആദ്യത്തെ 90ൽ ഫസ്റ്റ് തന്നെ ഔട്ടായിരുന്നു. പക്ഷേ 70ൽ അവർ സെക്കൻഡ് റണ്ണേഴ്സാണ്. പൊതുവേ എങ്ങനെ ഓഡിയൻസിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ഈ കിൽത്താൻ ദ്വീപിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷം ഇപ്പോൾ LSG ലക്ഷദ്വീപ് സ്കൂൾ ഗെയിംസ് 34th ഇവിടെ നടന്നത് വളരെ മനോഹരമായ രീതിയിൽ തന്നെ നടന്നു. അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കാണികളായാലും ഓർഗനൈസിങ് സൈഡായാലും മീഡിയ സൈഡായാലും എല്ലാവരും ഒരേ രീതിയിൽ തന്നെ ഇത് നല്ല രീതിയിൽ തീരാൻ വേണ്ടി വളരെ കഠിനാധ്വാനത്തോടു കൂടി അത് ചെയ്യുകയും റഫറീസിൻ്റെ ഒരു മികവ്, എല്ലാ ക്വാളിറ്റി റഫറീസ് നല്ല രീതിയിൽ റഫറീസ് ഒഫീഷ്യേറ്റ് ചെയ്യുകയും നല്ല രീതിയിൽ തന്നെ പ്ലേയേഴ്സിൻ്റെ ഒരു അവരുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഈ കോച്ചിങ്ങിൻ്റെ കൂടെ തന്നെ അവരെ കോച്ചസ് പഠിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോയി തീരാനും കഴിഞ്ഞതിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം അതാണ്. പിന്നെ കഴിഞ്ഞ ഈ അമിനിയിൽ നടന്ന ഇൻസിഡൻറ്റിൻ്റെ ഭാഗമായി എന്തായാലും ഈ ഫുട്ബോളിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആക്ഷൻസ് വരും. അതിൻ്റെ ഒരു രീതിയും കൂടിയായതുകൊണ്ട് എല്ലാവരും അതിൻ്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടി കാണാൻ കഴിയുന്നു. ഡിസിപ്ലിനായി കളിച്ചു മാത്രമല്ല റഫറീസിൻ്റെ തീരുമാനങ്ങൾ ഡിസിഷൻസിൽ വളരെ പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഓക്കെ സാർ, ഇത്രയും നേരം പ്രതികരിച്ച് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.